ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആൻഡ് PSU മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറേയധികം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനലിനെ കുറിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്ത് നൽകുക. ദയവ് ചെയ്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ചാർജ് എഗൻസ്റ്റ് പ്രോഫിറ്റ്. ഡാഷ് ഈസ് ചാർജ് എഗൻസ്റ്റ് പ്രോഫിറ്റ്. ഓക്കെ, പ്രൊവിഷൻ ആണ് ചാർജ് എഗൻസ്റ്റ് പ്രോഫിറ്റ് എന്നറിയപ്പെടുന്നത്. പ്രൊവിഷനാണ്. നമ്മൾ ഇതിനു മുമ്പ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് കണ്ടത് അത് റിസർവാണ്. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് റിസർവും ചാർജ് എഗൻസ്റ്റ് പ്രോഫിറ്റ് പ്രൊവിഷനുമാണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ മാക്സിമം ക്യാപിറ്റൽ ദാറ്റ് ദ കമ്പനി ഈസ് ഓതറൈസ്ഡ് ടു റേസ് ബൈ വേ ഓഫ് പബ്ലിക് സബ്സ്ക്രിപ്ഷൻ. അതായത് പബ്ലിക് സബ്സ്ക്രിപ്ഷനിലൂടെ ഒരു കമ്പനിക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്യാപിറ്റലിന് പറയുന്ന പേരാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നുള്ളത്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നുള്ളത് ഇറ്റ് ഈസ് ദ മാക്സിമം ക്യാപിറ്റൽ ദാറ്റ് ദ കമ്പനി ഈസ് ഓതറൈസ്ഡ് ടു റേസ് ബൈ വേ ഓഫ് പബ്ലിക് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ കൺസോളിഡേറ്റഡ് സമ്മറി ഓഫ് നോമിനൽ അക്കൗണ്ട്. അതായത് നോമിനൽ അക്കൗണ്ട്സിൻ്റെ കൺസോളിഡേറ്റഡ് സമ്മറി എന്നറിയപ്പെടുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്സിൻ്റെ കൺസോളിഡേറ്റഡ് സമ്മറി എന്നറിയപ്പെടുന്ന ബുക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് IFRS. IFRSൻ്റെ ഫുൾ ഫോം എന്ത്? ഇന്ത്യൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതാണ് IFRSൻ്റെ ഫുൾ ഫോം. ഇന്ത്യൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, IFRS, ഇന്ത്യൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രോസ് ബ്ലോക്ക് മീൻസ് ഡാഷ്. ഗ്രോസ് ബ്ലോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റിൻ്റെ മറ്റൊരു പേരാണ് ഗ്രോസ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നത്. ഗ്രോസ് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റാണെന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദെയർ ഈസ് ഓവർ ഡ്രാഫ്റ്റ് ദ കസ്റ്റമർ ബിക്കം ഡാഷ്. അതായത് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടായാൽ കസ്റ്റമറിൻ്റെ ആ ഒരു പൊസിഷൻ എന്തായിരിക്കും? ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടായാൽ കസ്റ്റമർ ബിക്കം ഡെറ്റർ ആയിരിക്കും. കസ്റ്റമർ ബിക്കം ഡെറ്റർ. അതായത് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ ലോണ് ഒരു തരം ലോൺ എന്ന് കരുതുക. അപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആരായിരിക്കും? കസ്റ്റമർ ഓൾവേസ് ഡെറ്റർ ആയിരിക്കും. ഡെറ്റർ എന്ന് പറഞ്ഞാൽ പണം തരാനുള്ള ആൾ. അപ്പം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഓവർ ഡ്രാഫ്റ്റ് എടുത്ത കസ്റ്റമർ ഡെറ്റർ ആയിരിക്കും. ബിസിനസ്സിന് പണം നൽകാനുള്ള ആളാണ്. അപ്പോൾ കസ്റ്റമർ ബിക്കം ഡെറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, അക്കൗണ്ടിങ് ബിഗിൻസ് വെയർ ഡാഷ് എൻഡ്സ്. അക്കൗണ്ടിങ് ബിഗിൻസ് ചെയ്യുന്നത് എപ്പോഴാണ്? എന്ത് അവസാനിക്കുമ്പോഴാണ് അക്കൗണ്ടിങ് ബിഗിൻസ് ചെയ്യുന്നത്? അത് അക്കൗണ്ടിങ് ബിഗിൻസ് വെയർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നിടത്താണ് അക്കൗണ്ടിങ് തുടങ്ങുന്നത് എന്നുള്ള കാര്യം പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അസറ്റ്സ് ആർ ഓൾവേസ് ഈക്വൽസ് ടു ലയബിലിറ്റീസ് പ്ലസ് ഡാഷ് ക്യാപിറ്റൽ. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇത് ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കേണ്ട ഇക്വേഷനാണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ലയബിലിറ്റി കാണാം, ക്യാപിറ്റൽ കാണാം. അപ്പോൾ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക, നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കേണ്ട ഇക്വേഷനാണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ബേസിക്കാണ്, പഠിച്ചു വയ്ക്കുക. ഇതിൽ നിന്ന് ബാക്കി രണ്ട് ഇക്വേഷൻസും നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പേഴ്സണൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഒരു പേഴ്സണൽ അക്കൗണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഉദാഹരണമാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള കാര്യവും പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ പെറ്റി ക്യാഷർ ജനറലി വർക്ക് ഓൺ ഡാഷ് സിസ്റ്റം. ഇത് പെറ്റി ക്യാഷർ, അത് പെറ്റി ക്യാഷ് ബുക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് പെറ്റി ക്യാഷർ. അപ്പോൾ അദ്ദേഹം ഏത് സിസ്റ്റത്തിലൂടെയാണ് ഈ ഒരു പെറ്റി ക്യാഷ് ബുക്കും അതുപോലെ പെറ്റി അക്കൗണ്ടിങ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് ഇംപ്രസ്ഡ് സിസ്റ്റത്തിലൂടെയാണ്. ഇംപ്രസ്ഡ് സിസ്റ്റത്തിലൂടെയാണ് ഒരു പെറ്റി ക്യാഷർ വർക്ക് ചെയ്യുന്നത്. പെറ്റി ക്യാഷർ ജനറൽ വർക്ക് ഓൺ ഇംപ്രസ്ഡ് സിസ്റ്റം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ജേണൽ എൻട്രീസ് പാസ്ഡ് ടു കറക്റ്റ് ദ എറേഴ്സ് ഈസ് കോൾഡ് ഡാഷ്. അതായത് ജേണൽ എൻട്രീസ് ആണ്
എന്തിനു വേണ്ടിയാണ് ഇവ പാസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എറേഴ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പാസ് ചെയ്യുന്ന എൻട്രീസാണ് റെക്ടിഫയിങ് എൻട്രീസ്. അതായത് തിരുത്തൽ വരുത്തുവാനുള്ള തിരുത്തൽ എൻട്രീസ് അല്ലെങ്കിൽ റെക്ടിഫയിങ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പാസ് ചെയ്യുന്ന ജേണൽ എൻട്രീസിന് പറയുന്ന പേരാണ് റെക്ടിഫയിങ് എൻട്രീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് എക്സ്പെൻസസ് അപ്പീഡ് ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ഡാഷ് അക്കൗണ്ട്. ഏത് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നത്? അത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെയാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് വരുന്നത് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്ക് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിനുള്ള ഒരു ഉദാഹരണമാണ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത്. ബാങ്ക് അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. മുമ്പ് നമ്മൾ കണ്ടു, ക്യാപിറ്റൽ അക്കൗണ്ടും ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെബിറ്റ് ടു ആൻ എക്സ്പെൻസ് മീൻസ് ഡാഷ്. ഡെബിറ്റ് ടു ആൻ എക്സ്പെൻസ് മീൻസ് ഇൻക്രീസ്. അതായത് ഒരു എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ കൂട്ടുക അല്ലെങ്കിൽ അതിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ഡെബിറ്റ് ടു ആൻ എക്സ്പെൻസ് മീൻസ് ഇൻക്രീസ്. അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ സെലിബ്രേറ്റഡ് ഇറ്റ്സ് 100th ഇയർ ഓഫ് ജൂബിലി ഇൻ ദ ഇയർ ഡാഷ്. അതായത് ഇന്ത്യൻ കോർപ്പറേഷൻ്റെ ജൂബിലി ഇയർ അതായത് 100ാമത്തെ വർഷം ആചരിച്ചത് 2004 ഓക്കെ, 2004 1904 തുടങ്ങിയ ആ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ 100ാമത്തെ വർഷം കംപ്ലീറ്റ് ആയത് 2004 അന്ന് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ജൂബിലി ആഘോഷിച്ചിരുന്നു. അത് മനസ്സിലാക്കി വയ്ക്കുക. 2004 100th ഇയർ ജൂബിലി ആഘോഷിച്ചതെന്നുള്ള കാര്യം നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായത്? അത് 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായ വർഷം 1912. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ, പിതാവ് എന്നറിയപ്പെടുന്നത് സർ ഫെഡറിക് അഗസ്റ്റസ് നിക്കോൾസൺ ആണ്. സർ ഫെഡറിക് അഗസ്റ്റസ് നിക്കോൾസൺ ആണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ സർ ഫെഡറിക് അഗസ്റ്റസ് നിക്കോൾസൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ ഡാഷ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരുന്നു 2004 100ാമത്തെ വർഷം സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ആരംഭിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. അത് 1904 1904 കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ആരംഭിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ട് 100ാമത്തെ വർഷം 2004 നമ്മൾ അതിൻ്റെ ജൂബിലി ആഘോഷിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. അത് 1904 ആണ്. ഈ 1904 വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ്സായ വർഷം. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പാസ്സായി. ഇത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണെന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കുക. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ് 1904. അപ്പോൾ ഈ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ്സായ വർഷം 1904 ആണ്. അപ്പോൾ 1904 ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആരംഭിച്ചത് എന്നുള്ള കാര്യവും പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡി ഇൻ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് ഡാഷ്. അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ നാഷണൽ ലെവലിലുള്ള അപ്പെക്സ് ബോഡി അറിയപ്പെടുന്നത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ് നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡി ഇൻ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ഡാഷ്. അതായത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ അൾട്ടിമേറ്റ് അതോറിറ്റി, അതിൻ്റെ ഡിസിഷൻ എടുക്കുന്നതിനുള്ള അൾട്ടിമേറ്റ് അതോറിറ്റി ജനറൽ ബോഡി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി ജനറൽ ബോഡി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NCDC എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. NCDC എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട വർഷം 1963 ആണ്. 1963 നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
ദ സുപ്രീം ബോഡി ഓഫ് NCDC ഈസ് ഡാഷ്. സുപ്രീം ബോഡി, NCDCയുടെ സുപ്രീം ബോഡി ജനറൽ കൗൺസിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജനറൽ കൗൺസിൽ എന്ന പേരിലാണ് സുപ്രീം ബോഡി ഓഫ് NCDC അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും സുപ്രീം അതോറിറ്റി ഒക്കെ പഠിച്ചു വയ്ക്കുക. അത് ചിലപ്പോൾ ജനറൽ കൗൺസിലായിരിക്കും, ജനറൽ ബോഡി ആയിരിക്കും. അപ്പോൾ NCDCയുടെ സുപ്രീം ബോഡി എന്നറിയപ്പെടുന്നത് ജനറൽ കൗൺസിലാണ് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഓഫ് ഓൾ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ഈസ് ഡാഷ്. അതായത് ഇന്ത്യയിലുള്ള ഓൾ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ നാഷണൽ ലെവൽ ഓർഗനൈസേഷനാണ് നാഫെഡ്. നാഫെഡ് എന്നുള്ളത്, നാഫെഡിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് നാഫെഡ്. ഈ നാഫെഡ് ആണ് നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഓഫ് ഓൾ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ പബ്ലിക്കേഷൻ ഓഫ് നാഫെഡ്. നാഫെഡിൻ്റെ പബ്ലിക്കേഷനാണ് കോഓപ്പറേറ്റീവ് ടൂർ. നാഫെഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട പബ്ലിക്കേഷനാണ് കോഓപ്പറേറ്റീവ് ടൂർ എന്നുള്ളത്. അപ്പോൾ നാഫെഡിൻ്റെ പബ്ലിക്കേഷനാണെന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. കാരണം കോഓപ്പറേറ്റീവ് ടൂർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ ഓർഗനൈസേഷൻ്റെ ആണെന്നൊന്നും മനസ്സിലാക്കി വെക്കരുത്. നാഫെഡിൻ്റെ പബ്ലിക്കേഷനാണ് കോഓപ്പറേറ്റീവ് ടൂർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമാണ് NCCT എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? അത് 1976 1976 NCCT എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. അതുപോലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വർഷങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എക്സാമിന് ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അപ്പെക്സ് ലെവൽ ഓഫ് NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ NCCTയുടെ അപ്പെക്സ് ലെവലാണ് വാംനിക്കോം. വൈകുന്ത് മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്നാണ് വാംനിക്കോമിൻ്റെ ഫുൾ ഫോം. അപ്പം NCCTയുടെ അപ്പെക്സ് ലെവൽ എന്നറിയപ്പെടുന്നത് വാംനിക്കോമാണ്, വാംനിക്കോം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് NCCE, നാഷണൽ സെൻറ്റർ ഫോർ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് NCCE എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് NCCയുടെ ഫുൾ ഫോമാണ് നാഷണൽ സെൻറ്റർ ഫോർ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. നാഷണൽ സെൻറ്റർ ഫോർ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ NCCE പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് NCCE. നമ്മൾ NCCE കണ്ടിരുന്നു. അപ്പോൾ ഈ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലാണ് NCCEയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, അതാണ് നബാർഡ്. നബാർഡ് ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ 1981 1981 നബാർഡ് ആക്ട് പാസ്സായത്. ഇത് ആക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നബാർഡിൻ്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. ഈ നബാർഡ് ആക്ട് പാസ്സായ വർഷം 1981 പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നബാർഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമാണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? അത് 1982 നമ്മൾ നബാർഡ് ആക്ട് കണ്ടു, 1981 കണ്ടു. നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് 1982 അത് 12 ജൂലൈ, അതായത് 12/7/1982 ആണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റാണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ നാഷണൽ ബാങ്ക് ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ റൂറൽ ക്രെഡിറ്റ്. അതായത് റൂറൽ ക്രെഡിറ്റിനെ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയുള്ള നാഷണൽ ബാങ്കാണ് നബാർഡ് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നബാർഡ്. അത് നിർബന്ധമായും നബാർഡിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ബേഡ്, ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് ബേഡിൻ്റെ ഫുൾ ഫോം. ഈ ബേഡ് സ്ഥിതി ചെയ്യുന്നത് ലക്നൗവിലാണ് ബേഡ് സ്ഥിതി ചെയ്യുന്നത്. ബേഡിൻ്റെ ഫുൾ ഫോം ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്, പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ അപ്പെക്സ് ബോഡി ഓഫ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ കൺട്രി ഈസ് ഡാഷ്. അതായത് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ അപ്പെക്സ് ബോഡി എന്നറിയപ്പെടുന്നത് NCCF ആണ്. NCCF ആണ് അപ്പെക്സ് ബോഡി ഓഫ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. അതിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ എന്നുള്ളതാണ് NCCFൻ്റെ ഫുൾ ഫോം.
ഈ NCCF-ൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ NCCF എന്ന് വെച്ചാൽ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനാണ്, ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പെക്സ് ബോഡി ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ കൺട്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ്കോ, ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇഫ്കോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നാണ്. ഇഫ്കോ രജിസ്റ്റേർഡ് അണ്ടർ വിച്ച് ആക്ട്? ഏത് ആക്ടിന് കീഴിലാണ് ഇഫ്കോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്? അത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിലാണ് ഇഫ്കോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇഫ്കോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിലാണ് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഹൂസ് ദ ചെയർമാൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി? വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. അപ്പോൾ ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് AD ഗോർവാളയായിരുന്നു ചെയർമാൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ചെയർമാൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാനാണ് AD ഗോർവാള. അടുത്ത ക്വസ്റ്റ്യൻ. കോപ്പറേഷൻ ഹാർഡ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ് വാസ് മെയ്ഡ് ബൈ ഡാഷ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു കോപ്പറേഷൻ ഹാർഡ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ഇതിൻ്റെ ചെയർമാനായിരുന്നു ഗോർവാള, AD ഗോർവാള. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് വെയർ ഹൗസിംഗ് ബോർഡ്? അതായത് നാഷണൽ കോപ്പറേറ്റീവ് വെയർ ഹൗസിംഗ് ബോർഡിൻ്റെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി, അത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. അപ്പോൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഒത്തിരിയേറെ സ്ഥാപനങ്ങളുടെ ഫോർമേഷന് കാരണമായിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നാഷണൽ കോപ്പറേറ്റീവ് വെയർ ഹൗസിംഗ് ബോർഡ്. നമ്മൾ ഇനിയുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മൾ വരുന്ന ക്വസ്റ്റ്യൻ ബാങ്കിലൊക്കെ ഡിസ്കസ് ചെയ്യും. എങ്കിൽ നാഷണൽ കോപ്പറേറ്റീവ് വെയർ ഹൗസിംഗ് ബോർഡ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഫോർമേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി മറ്റൊരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഈ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ബി വെങ്കിട്ടഫായ് എന്നുള്ള അദ്ദേഹമാണ് ചെയർമാൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി എന്നുള്ള കാര്യം നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വിച്ച് കമ്മിറ്റി? ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് വൺ മാൻ വൺ വോട്ട് എന്നുള്ള പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അത് മക്ലഗാൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് വൺ മാൻ വൺ വോട്ട് എന്നുള്ള ആ പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വൺ മാൻ വൺ വോട്ട് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മക്ലഗാൻ കമ്മിറ്റിയാണെന്നുള്ള കാര്യം നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് കോപ്പറേഷൻ ഫെയിൽസ് ദെയർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഫോർ റൂറൽ ഇന്ത്യ വാസ് റിപ്പോർട്ടഡ് ബൈ ഡാഷ്? ഇത് പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഇഫ് കോപ്പറേഷൻ ഫെയിൽസ് ദെയർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഫോർ റൂറൽ ഇന്ത്യ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ചെയ്തത് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ്, അല്ലെങ്കിൽ കാൽവർട്ട് കമ്മീഷൻ. കാൽവർട്ടാണ് ഇതിൻ്റെ ചെയർമാൻ. അപ്പോൾ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഇഫ് കോപ്പറേഷൻ ഫെയിൽസ് ദെയർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഫോർ റൂറൽ ഇന്ത്യ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, അടുത്ത ഒരു കമ്മിറ്റിയാണ് ACRC, അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ ഹെഡായിരുന്നു AM ഖുസ്രോ എന്നുള്ള ഒരു വ്യക്തിയായിരുന്നു അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ഹെഡ്. ഓക്കെ, നിർബന്ധമായി പഠിച്ചു വയ്ക്കുക. അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ഹെഡാണ് AM ഖുസ്രോ. അടുത്ത ക്വസ്റ്റ്യൻ. ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ഈസ് വൺ ഓഫ് ദ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ്? ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ വളരെ എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്നുള്ളത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു? ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ, അതായത് ACRC, അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി മറ്റൊരു കമ്മിറ്റിയാണ് ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി. ഈ കമ്മിറ്റി മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു.
അതാണ് കപൂർ കമ്മിറ്റി. കപൂർ കമ്മിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന കമ്മിറ്റിയാണ് ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി. വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി. കപൂർ കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി എന്നുള്ളതും പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് എ പ്രോജക്റ്റ് ഓഫ് ഡാഷ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നുള്ളത് ഏത് സ്ഥാപനത്തിൻ്റെ പ്രോജക്റ്റ് ആയിരുന്നു? അത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ പ്രോജക്റ്റ് ആയിരുന്നു ഓപ്പറേഷൻ ഫ്ലഡ് എന്നുള്ളത്. NDDBയുടെ പ്രോജക്റ്റാണ് ഓപ്പറേഷൻ ഫ്ലഡ്. വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ, അതായത് ധവള വിപ്ലവം അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഡോക്ടർ വർഗീസ് കുര്യനാണ് ധവള വിപ്ലവം അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ്റെ പിതാവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നും ഈ വൈറ്റ് റവല്യൂഷൻ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ വൈറ്റ് റവല്യൂഷൻ എന്ന് ചോദിച്ചാലും ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് ചോദിച്ചാലും ഡോക്ടർ വർഗീസ് കുര്യനാണെന്നുള്ള കാര്യം മറന്നു പോകരുത്, നിർബന്ധമായും പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് NDDB നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ആനന്ദിലാണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ആനന്ദ്. അടുത്ത ക്വസ്റ്റ്യൻ, NDDB ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഈ ഒരു ആക്ട് പാസ്സായത്? NDDB ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ 1987. 1987 നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആക്ട് പാസ്സായത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഹഡ്കോ. ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഹഡ്കോ. അപ്പോൾ ഈ ഹഡ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഹഡ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് NLCF? NLCFിൻ്റെ ഫുൾ ഫോം എന്ത്? നാഷണൽ ലേബർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ്. നാഷണൽ ലേബർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്നുള്ളതാണ് NLCFിൻ്റെ ഫുൾ ഫോം. വളരെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കാംഗോ? കാംഗോ എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ദ സെൻട്രൽ അരിക്കനട്ട് ആൻഡ് കോക്ക മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ദ സെൻട്രൽ അരിക്കനട്ട് ആൻഡ് കോക്ക മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നുള്ളതാണ് നമ്മുടെ കാംഗോയുടെ ഫുൾ ഫോം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ ഇത് ഫുള്ള് പഠിച്ചില്ലെങ്കിലും ഒത്തിരി റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും കാംഗോയുടെ ഫുൾ ഫോം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കാംഗോ. കാംഗോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ മംഗലാപുരം അല്ലെങ്കിൽ മംഗലാപുരത്താണ് അല്ലെങ്കിൽ മാംഗ്ലൂരിലാണ് കാംഗോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇന്ത്യ സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ ഡാഷ്. ഇന്ത്യയിലെ ആദ്യത്തെ 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത വർഷം 1951. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത വർഷം 1951. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോഓപ്പറേഷൻ 1 man 1 vote പ്രിൻസിപ്പിളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മക്ലക്കാൻ കമ്മിറ്റിയാണ് ഇന്ത്യയിലെ ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോഓപ്പറേഷൻ എന്നറിയപ്പെടുന്നത്. മക്ലക്കാൻ കമ്മിറ്റി. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, പഠിച്ചു വയ്ക്കുക. ദ ഫസ്റ്റ് അർബൻ ബാങ്ക് ഇൻ ഇന്ത്യ ഈസ് ഡാഷ്. ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് കാഞ്ചീവരം തമിഴ്നാട്ടിലെ കാഞ്ചീവരത്തിലാണ് ഫസ്റ്റ് അർബൻ ബാങ്ക് ഇൻ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. കാഞ്ചീവരം, തമിഴ്നാട്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലീഡർ ഓഫ് ഫസ്റ്റ് അർബൻ ബാങ്ക് ഈസ് ഡാഷ്. ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ ബാങ്കിൻ്റെ ലീഡറാണ് വൈറ്റൽ കവിൽക്കാറാണ് ലീഡർ ഓഫ് ഫസ്റ്റ് അർബൻ ബാങ്ക് ഈസ് കോൾഡ് വൈറ്റൽ കവിൽക്കാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബർത്ത് പ്ലേസ് ഓഫ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഈസ് ഡാഷ്. ഇന്ത്യയിൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ USA ആണ് ബർത്ത് പ്ലേസ് ഓഫ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് USA. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് സൊസൈറ്റീസ് നോൺ ആസ് വാർ ടൈം ബേബീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൊസൈറ്റീസാണ് കൺസ്യൂമർ സൊസൈറ്റീസ്. അതായത് കൺസ്യൂമേഴ്സ് എല്ലാം യുദ്ധത്തിന് പോയെന്ന് മനസ്സിലാക്കുക. കൺസ്യൂമേഴ്സ് യുദ്ധത്തിന് പോയപ്പോൾ അവരെ വാർ ടൈം ബേബീസ് എന്ന് അറിയപ്പെട്ടു. അപ്പോൾ വാർ ടൈം ബേബീസ് എന്നറിയപ്പെടുന്നത് കൺസ്യൂമർ സൊസൈറ്റീസ് ആണെന്നുള്ള കാര്യം എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ ഒരു 50 ക്വസ്റ്റ്യൻ കൂടി ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എല്ലാം നന്നായിട്ട് പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക.
അപ്പോൾ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇനിയുള്ള വീഡിയോസിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻ ബാങ്കിലൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ദയവീത് ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ബെല്ലൈക്കണിൽ അമർത്തുക. നിങ്ങൾക്ക് കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻസ് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. കറക്ഷൻ ഉണ്ടെങ്കിൽ അവയെല്ലാം കൃത്യമായി പിൻ ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.